വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസ് ആരാധകര് വാഴ്ത്തിപ്പാടുന്ന ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു. കണ്ടായിരുന്നോ? കാരണം PR-കളുടെ അങ്ങോട്ട് അഴിഞ്ഞാട്ടമാണ് നമ്മുടെയൊക്കെ കമന്റ് ബോക്സിൽ. ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിൽ ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ ഹോട്ടലിൽ റൂം എടുത്തത് പോലീസ് ID കാർഡ് ഉപയോഗിച്ച്. VRS എടുക്കുമ്പോൾ ഈ പോലീസ് ID കാർഡ് തിരിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ തിരിച്ചു കൊടുത്തെങ്കിൽ ഹോട്ടലിൽ കൊടുത്ത ID കാർഡ് വ്യാജമോ? അങ്ങനെ VRS എടുത്ത ഒരാളാണ് ഫിലിപ്പ് മമ്പാട്. അപ്പൊ VRS എടുത്തപ്പോൾ തിരിച്ചു കൊടുത്ത ID കാർഡ് എങ്ങനെയാണ് ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ അവിടെ പോലീസ് ID കാർഡ് കാണിച്ചത്? അപ്പോൾ അത് വ്യാജ ID കാർഡല്ലേ? അപ്പൊ ഫിലിപ്പ് മമ്പാടിനെ പോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ, ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിച്ച ഒരു പോലീസ് ഓഫീസർ ആയിരുന്നുവെങ്കിൽ എന്തിനയാൾ വ്യാജ ID കാർഡ് നിർമ്മിച്ചു വെച്ചിരുന്നു? പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഒത്തുതീർപ്പിന് ശ്രമിച്ചത് എന്തിനായിരുന്നു? അതും സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ഇങ്ങേര് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഒരു സൈനൈഡ് കുപ്പിയായിട്ട്, ചെറിയൊരു സൈനൈഡ് കുപ്പിയായിട്ട് ആദ്യം കാണിച്ച് ഭീഷണിപ്പെടുത്തി, പിന്നെ കുറച്ച് ക്യാഷ് ഓഫർ ചെയ്തു. മാക്സിമം ഇയാളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ ഒരു കേസിൽ നിന്നും ഈ പെൺകുട്ടിയെയും വീട്ടുകാരെയും പിന്തിരിപ്പിക്കാൻ ഇയാൾ നോക്കിയിരുന്നു. പിന്നെ എല്ലാവരുടെയും ചോദ്യം, എന്തിന് ഈ പെൺകുട്ടിയെ ഇയാളുടെ ഒപ്പം വിട്ടു, ഇയാളുടെ കൂടെ താമസിപ്പിച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നവരുടെ അറിവിലേക്ക് ഈ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരാളായിരുന്നു ഫിലിപ്പ് മമ്പാട്. അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ വിദേശത്താണ്. അപ്പൊ പെൺകുട്ടി മാനസിക വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ പെൺകുട്ടിയെ ഈ കുടുംബം ഇയാളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് കൗൺസിലിങ്ങിനായിട്ട്. കാരണം നല്ല മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആണല്ലോ, എല്ലാവർക്കും ഒരുപാട് വിശ്വാസവും ഇഷ്ടവും സ്നേഹവും ഒക്കെയുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുക്കുകയും അവസാനം ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല സ്വന്തം ഇഷ്ടപ്രകാരം ഫിലിപ്പ് മമ്പാട് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ വീട്ടിൽ ഈ കുട്ടി താമസിക്കുകയുണ്ടായ. അങ്ങനെ ഇയാളുടെ വീട്ടിൽ താമസിച്ച കൊച്ചിനെയും കൊണ്ട് എന്തിന് ഇങ്ങനെ പുറത്തു പോയി റൂം എടുത്തു? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീട്ടുകാരുടെ അനുവാദമില്ലാതെ, വീട്ടുകാരോടൊന്ന് വിളിച്ച് പറയാതെ, അനുവാദം വാങ്ങിക്കാതെ ഇങ്ങേര് സ്വന്തം ഇഷ്ടപ്രകാരം ഈ കൊച്ചിനെ കൊണ്ടുപോയി എന്തിന് ഹോട്ടൽ മുറിയിൽ റൂം എടുത്തു? അതും തൻ്റെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച്. അതിൽ തന്നെ ഒരു ദുരുദ്ദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ വാഴ്ത്തിപ്പാടുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫിലിപ്പ് മമ്പാടിന്റെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും മേലെയാണ്. ഒരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ അയാൾക്ക് ലക്ഷങ്ങളാണ് വരുമാനമെന്നും. അപ്പോൾ ഒരുപാട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ അത്യാവശ്യം PR വർക്കുകളൊക്കെ ഇയാൾക്കുണ്ട്. ആ PR-കളാണ് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ വന്ന് ഈ വക കമന്റുകൾ ഇടുന്നത്. അല്ലാതെ ഇയാളോടുള്ള വിശ്വാസവും സ്നേഹവും ആരാധനയും ഒന്നും മൂത്തവരൊന്നും അല്ല. പൈസ മേടിച്ച് PR വർക്ക് ചെയ്യുന്ന കുറച്ച് ഊളകൾ, അങ്ങനെയുള്ള ഊളകളാണ് നമ്മുടെ വീഡിയോയിൽ വന്ന് ഇത്രയധികം ബാഡ് കമന്റ് ഇടുന്നത്. ഫിലിപ്പ് മമ്പാടിന്റെ നമ്മൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ആർക്കും യാതൊരുവിധ സംശയം വേണ്ട. ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞതും ഇവരുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ 4 വർഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതും ഒക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്തു വിടാറായിട്ടില്ല. എന്തായാലും താമസിക്കാതെ വൈകാതെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഇങ്ങനെ ഒരു അറസ്റ്റ് ഫിലിപ്പ് മമ്പാട് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കഥ എഴുതി എല്ലാം തയ്യാറാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഫിലിപ്പ് മമ്പാട് ജയിലിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഫിലിപ്പ് മമ്പാടിന് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഫിലിപ്പ് മമ്പാടിന് ജാമ്യം കിട്ടരുതെന്ന് തന്നെയാണ്. കാരണം ഇത്രയധികം കുബുദ്ധികളുള്ള, ഇത്രയധികം പിടിപാടുള്ള ഒരു വ്യക്തി, കാരണം വെച്ചാൽ ഒരു വ്യാജ ID കാർഡ് നിർമ്മിച്ച് വെച്ച് ഈ വക വക്രബുദ്ധികളൊക്കെ കാണിച്ച ഇയാളെ പോലെ ഒരാള് പുറത്തു വന്നു കഴിഞ്ഞാൽ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഈ കൊച്ചിന് മാനസിക ബുദ്ധിമുട്ടുള്ള കൊച്ചല്ലേ, അപ്പൊ ഈ കൊച്ചിന് ബുദ്ധി വൈകല്യമുള്ളതല്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചു എങ്ങനെ കേസ് കൊടുക്കും, അങ്ങനെയുള്ള കൊച്ചിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ഈ കൊച്ചിന് ബുദ്ധിപരമായിട്ട് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, മാനസിക വെല്ലുവിളി നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുട്ടി നേരിടുന്നുണ്ട്, മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞ് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ടാണ്
ഈ കൊച്ചിന്റെ രക്ഷിതാക്കൾ ഇയാളുടെ അടുത്തേക്ക് ഈ കൊച്ചിനെ കൊണ്ടുവന്നത്. നല്ലൊരു കൗൺസിലറെ കാണിക്കണമല്ലോ. അപ്പം ഇങ്ങനെ ഒരു കൗൺസിലർ ആണല്ലോ, എല്ലാവരുടെയും മുന്നിൽ നല്ലൊരു കൗൺസിലറാണ്, മോട്ടിവേഷൻ കൊടുത്ത് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് ഈ കൊച്ചിനെയും കൊണ്ട് ഇയാളുടെ അടുത്തേക്ക് വന്നത്. അപ്പം സ്വമേധയെ അങ്ങ് ഈ കൊച്ചിന്റെ ഉത്തരവാദിത്തം ഇങ്ങനെ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പം ഇത്രയധികം മാനസിക വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ, മാനസികമായിട്ട് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയെ ശാരീരികമായിട്ട് കൂടെ പീഡിപ്പിച്ച് ആ കുഞ്ഞിനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞ ഇവനെ പോലെയുള്ള നീചനെ എന്താണ് വിളിക്കേണ്ടത്? സാധാരണ കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. പലരോടും പറയാൻ പറ്റാത്ത കാര്യം ഒരു സ്കൂളിൽ ഒരു ടീച്ചറോടോ അവിടെ ഇതുപോലെ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ സമയത്തോ കുട്ടികൾ തുറന്നു പറയും. കാരണം അത്രയധികം മാനസിക ബുദ്ധിമുട്ടുകളും മനസ്സിൽ ഇതൊക്കെ അടക്കി പിടിച്ച് അതിനും വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി. ആ സമയത്താണ് സ്കൂളിൽ കൗൺസിലിംഗ് നടത്തുകയും ആ കൗൺസിലിംഗ് നടത്തിയവരോട് ഈ കുഞ്ഞ് ഇതെല്ലാം തുറന്നു പറയുകയും ചെയ്തത്. ആ ഒരു കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ, അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാതെ ഈ ആളുകളെല്ലാം ഇവനെ പോലെയുള്ള ഈ ഒരു ക്രൂരനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഇപ്പോഴും ഫിലിപ്പ് സാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ്. എന്തായാലും ആ 16 വയസ്സുള്ള കുഞ്ഞിന് നീതി കിട്ടട്ടെ. ഈ കേസ് എത്രയും വേഗം തെളിയട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.